ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2023, അതായത് പോയ വർഷത്തിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും 2024 തുടക്കത്തിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 100 ക്വസ്റ്റ്യനോളം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, BPL കാർഡുകാർക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ചിട്ടുള്ള സംസ്ഥാനം. BPL കാർഡുകാർക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക ആണ്. BPL കാർഡുകാർക്കാണ് കൊടുത്തത് 10 കിലോ അരി നൽകുകയാണ്. ആ സ്കീമിന്റെ പേരെന്താ? അന്നഭാഗ്യ സ്കീം. അത് അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകമാണ്. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ആതിഥേയത്വം വഹിച്ചത് ഏത് വർഷമാണ്? 2023 അല്ലെ? 23 ഐവറി കോസ്റ്റ് ആണ് ആതിഥേയത്വം വഹിച്ചത്. എന്നാൽ 2024 അത് ഹോസ്റ്റ് ചെയ്യപ്പെട്ടത് സൗദി അറേബ്യയാണ്. ഈ 2 വർഷവും മാറിപ്പോവരുത്. 2023 ഐവറി കോസ്റ്റ് ആണ്, 2024 സൗദി അറേബ്യയാണ്. എന്തിന്? 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ആണ്. ഇതുപോലൊരു ചോദ്യം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ഉണ്ടായിരുന്നു കേട്ടോ. കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർധന, സംസ്കരണം, കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനമാണ് ക്യാബ്കോ. എന്താ ക്യാബ്കോ എന്നുള്ളതിന്റെ ഫുൾ ഫോം? കേരള അഗ്രോ ബിസിനസ് കമ്പനി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യാബ്കോ കൊണ്ടുവന്നിട്ടുള്ളത്? ടു പ്രൊമോട്ട് ദ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന്റെ മാർക്കറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാബ്കോ എന്ന് പോലുള്ള ഒരു സ്ഥാപനം കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നുകൂടി ചോദ്യം വായിക്കാം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധന, അതായത് വാല്യൂ അഡിക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. സംസ്കരണം, പ്രോസസ്സിംഗ്, കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനമാണെന്ത്? ക്യാബ്കോ. അടുത്ത ചോദ്യം, 2023 നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ്? നീരജ് ചോപ്രയാണ്. എന്താണ് പറഞ്ഞത്? 2023 നടന്നിട്ടുള്ള ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ്. എവിടെ വെച്ചിട്ടാണ് 2023 വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നത്? വേദി ബുഡാപെസ്റ്റ് ആണ്. അതായത് ഹംഗറിയിലെ ബുഡാപെസ്റ്റ് വെച്ചിട്ടാണ് 19th എഡിഷൻ ആയിട്ടുള്ള 2023 വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഓക്കെ, ഇന്ത്യക്ക് എത്രാമത്തെ റാങ്ക് ആയിരുന്നു? 18ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ആകെ ഒരു ഗോൾഡ് മെഡലേ ലഭിച്ചിട്ടുള്ളൂ. ആ ഗോൾഡ് മെഡൽ ആര് നേടിത്തന്നതാ? നീരജ് ചോപ്ര. അതായത് ജാവലിനിൽ നീരജ് ചോപ്രയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരേ ഒരു ഗോൾഡ് മെഡൽ കൊണ്ടാണ് നമ്മൾ 18ാമത്തെ റാങ്കിലേക്ക് പോയത്. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് വന്നത് ആരാണ്? സംശയമില്ല, അമേരിക്ക തന്നെയാണ്. 19th എഡിഷൻ ആയിട്ടുള്ള 2023 വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് വന്നിട്ടുള്ള അല്ലെങ്കിൽ വിന്നർ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി 2023 എവിടെ വെച്ച് 25 എവിടെ വെച്ചിട്ട് നടക്കുന്നത്? 2025 അത് ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് നടക്കും എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2023 എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഹംഗറിയിൽ ബുഡാപെസ്റ്റിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ്. അടുത്തത്, ബഹിരാകാശത്ത് 184 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ അൽ നയാദിയുടെ രാജ്യമേതാണ്? UAE. എന്താണ്? ബഹിരാകാശത്ത് 184 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ അൽ നയാദിയുടെ രാജ്യം UAE ആണ്. സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ഏതാണ്? നീരാക്ഷി. ഇപ്പം നമ്മൾ മീനാക്ഷി എന്നൊക്കെ പറയില്ലേ. സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ആണത് നീരാക്ഷി. ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് പറക്കും തളികകളെ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്? പറക്കും തളികകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് ഏത് രാജ്യമാണ്? USA ആണ്. ഏതാണ്? USA. ശേഖർ കപൂറിന്റെ ഒഴിവിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് R മാധവനാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്തത്, ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബോപ്പണ്ണ. ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ആ പേര് നന്നായിട്ട് ഓർത്തു വയ്ക്കുക. ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാരാണ്? രോഹൻ ബോപ്പണ്ണയാണ്. 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയതാരാണ്? ജഗ്ദീപ് ധൻഖർ ആണ്. 2023 സെപ്റ്റംബർ 17 ഓർത്തു വയ്ക്കുക. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയതാരാണ്? ജഗ്ദീപ് ധൻഖർ ആണ്. അക്കാര്യം ഓർത്തു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ പാർലമെന്റ് ഉദ്ഘാടനവും
ആ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, അതും ഒന്ന് ഓർത്ത് വയ്ക്കുക, നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. എത്ര വർഷത്തേക്കാണ് 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്? എവിടെയാണ് സംവരണം? പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത് 106 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അത് എത്ര വർഷത്തേക്കാണ്? 15 വർഷത്തേക്കാണ് 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, അടുത്തത് പിയറി അഗോസ്റ്റിനി, ഫെറൻക് ക്രൗസ്, ആൻ എൽ ഹ്യൂലിയർ എന്നിവർ ഏത് വിഷയത്തിലാണ് 2023 നോബൽ പുരസ്കാരം നേടിയത്? ഏത് വിഷയത്തിലാണ്? ഭൗതിക ശാസ്ത്രത്തിലാണ്. നോബൽ പുരസ്കാരങ്ങൾ നോക്കാതെ പോവരുതേ. പിയറി അഗോസ്റ്റിനി, ഫെറൻക് ക്രൗസ്, ആൻ എൽ ഹ്യൂലിയർ എന്നിവർ ഏത് വിഷയത്തിലാണ് 2023 നോബൽ പുരസ്കാരം നേടിയത്? ഭൗതിക ശാസ്ത്രത്തിനാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചതാരാണ്? PR ശ്രീജേഷ് ആണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്. ആ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരായിരുന്നു? PR ശ്രീജേഷ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് 13,000 റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിലാണ് ഏറ്റവും കുറച്ച് ഇന്നിംഗ്സിൽ നിന്ന് മാത്രം 13,000 റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ്. അടുത്ത കാലത്ത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം ശാന്തി നികേതനാണ്. അടുത്ത കാലത്ത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി ഏത് ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം? ശാന്തി നികേതൻ. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി, ഇന്ത്യൻ വ്യോമസേനാ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഏതാണ്? ഹിമാലയൻ പരുന്താണ്. ഏതാണ്? ഹിമാലയൻ പരുന്ത്. 2023 മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? ഈ ചുങ്താങ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത്, അത് ചൈന പോലുള്ള ഭാഗത്താണ്. പക്ഷെ അല്ല, അത് സിക്കിമിലാണ്. 2023 മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. 2024 ചാങ് E6 എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യമേതാ? അത് ചൈനയാണ്. ചാങ് E6 എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം ചൈനയാണ്. 2023 നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. വേൾഡ് അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് എത്രാമത്തെ പൊസിഷനാ? 18ാമത്തെ സ്ഥാനമാണ്. ഒരു ഗോൾഡ് മെഡലാണ് ലഭിച്ചിട്ടുള്ളത്. വിന്നറായത് ഏത് രാജ്യമാണ്? അമേരിക്കയായിരുന്നു വിന്നറായിട്ടുണ്ടായിരുന്നത്. ഇനി 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര കണ്ടോ? ഭാഗ്യം നിൽക്കുന്ന നിൽപ്പ് കണ്ടോ? അതാണ് പച്ചക്കുതിര. 2023 പുറത്തിറങ്ങിയിട്ടുള്ള കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിരയാണ്. 2023 അന്തരിച്ച വളർമതി എന്ന വ്യക്തി ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത്? ശാസ്ത്രജ്ഞയായിരുന്നു അവര്. 2023 അന്തരിച്ചു. വളർമതി എന്ന വ്യക്തി ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത്? അവരൊരു ശാസ്ത്രജ്ഞ. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം ബാംഗ്ലൂരാണ്. ആരുടെ ആത്മകഥയാണ് മെമ്മോയേഴ്സ് ഓഫ് എ മാവറിക്? എന്താണ്? ആരുടെ ആത്മകഥയാണ്? മെമ്മോയേഴ്സ് ഓഫ് എ മാവറിക്. ആരുടെ ആത്മകഥയാണ്? മണിശങ്കർ അയ്യറാണ്. ആരാണ്? മണിശങ്കർ അയ്യർ. ഇദ്ദേഹം ലോക്സഭാ മെമ്പറും രാജ്യസഭാ മെമ്പറും അതുമാത്രമല്ല പഞ്ചായത്ത് രാജിന്റെ മന്ത്രിയും കൂടിയായിരുന്നു. കേന്ദ്ര പഞ്ചായത്ത് രാജ് വകുപ്പിന്റെ പ്രഥമ മന്ത്രിയൊക്കെ ആയിരുന്നു കേട്ടോ. ആര്? മണിശങ്കർ അയ്യർ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മെമ്മോയേഴ്സ് ഓഫ് എ മാവറിക് എന്നുള്ളത്. അത് ഓർത്തു വെക്കണം കേട്ടോ. അടുത്തത്, വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിച്ച ആദ്യ താരമായ നൗഹൈല ബെൻസീന ഏത് രാജ്യക്കാരിയാണ്? മൊറോക്കോക്കാരിയാണ്. വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിച്ച ആദ്യ താരമായ നൗഹൈല ബെൻസീന ഏത് രാജ്യക്കാരിയാണെന്നാ പറഞ്ഞത്? മൊറോക്കോ രാജ്യക്കാരിയാണ്. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. മധ്യപ്രദേശാണ്. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശാണ്. അടുത്തത് മധ്യപ്രദേശിനെ പറ്റിയൊരു ഫാക്ട് ആണ്. ശങ്കരാചാര്യരുടെ ഏകാത്മകതാ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശാണ്. അപ്പൊ മധ്യപ്രദേശിനെ പറ്റി ആലോചിക്കുമ്പോൾ ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ മനസ്സിലേക്ക് വരണം. അതുപോലെ തന്നെ വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവും എവിടെ വരണം? മധ്യപ്രദേശിനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ വരണം. കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോയിൽ കാണുന്ന മൃഗം, അതും വരണം. ആരെങ്കിലും വന്ദേ ഭാരത് കണ്ടിട്ടില്ലേ? എല്ലാവരും വന്ദേ ഭാരത് കണ്ടിട്ടില്ലേ? അപ്പൊ കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോയിൽ കാണുന്ന മൃഗം ഏതാണ്? കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലിയാണ്. അടുത്തത്, 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി. 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഇന്തോനേഷ്യ. 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഏതാണെന്നാ പറഞ്ഞത്? ഇന്തോനേഷ്യയാണ്. അടുത്തത്,
2023 US ഓപ്പണിൽ വനിതാ വിഭാഗം ജേതായ കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണ്? 2023 US ഓപ്പണിൽ വനിതാ വിഭാഗം ജേതാവായിട്ടുള്ള കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണ്? അവര് USA രാജ്യക്കാരി. 2023 അന്തരിച്ച ജിയോർജിയോ നെപ്പോളിറ്റാനോ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റാണ്? അവർ ഇറ്റലിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. 2023 അന്തരിച്ച ജിയോർജിയോ നെപ്പോളിറ്റാനോ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ്? ഏത് രാജ്യത്തിന്റെയാണ്? അവർ ഇറ്റലിയുടെ മുൻ പ്രസിഡന്റ് ആണ്. ഇറ്റലി രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. ഇന്ത്യക്ക് ശേഷം G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ബ്രസീലാണ് കേട്ടോ. ഇന്ത്യക്ക് ശേഷം G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ബ്രസീലാണ്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണലാണ്. അത് ഓർത്തു വെച്ചേക്കണേ. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി പിഴ ചുമത്തിയ നീതിപീഠം ദേശീയ ഹരിത ട്രൈബ്യൂണലാണ്. 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയാണ്. ഹൊയ്സാല ക്ഷേത്രങ്ങൾ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. 2023 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായത് കൊൽക്കത്തയാണ്. 2023 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായ നഗരം കൊൽക്കത്ത. ഫൈനലിനാണ് വേദിയായത് കൊൽക്കത്തയാണ് കേട്ടോ. ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാതൃഭൂമി ന്യൂസിലൊക്കെ വന്നതാണ്. ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം? ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയാണ് എന്ത്? ധ്വനിപ്രയാണം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറങ്ങുന്നത്? 75 രൂപ നാണയമാണ് പുറത്തിറങ്ങുന്നത്. ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരമാരാണ്? ലിയാൻഡർ പേസ് ആണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോയും കൂടി ജസ്റ്റ് മെമ്മറിയിലേക്ക് കൊണ്ടുവരാം. ലിയാൻഡർ പേസ് ആണ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വരുന്നത്? രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ചില്ലുപാലം നമ്മുടെ കേരളത്തിലാണല്ലേ. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ചില്ലുപാലമാണ് എവിടെ നിലവിൽ വരുന്നത്? അത് വാഗമണിലാണ്. 7ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹി. 7ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹിയാണ്. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സ്ഥലം ഏതാണ്? പുന്നപ്രയാണ്. ഇത് വായിക്കുന്നത് വരെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫാക്ട് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് ബുള്ളറ്റിന്റെ ഫാക്ടുകളാണ്. പറ്റുന്നത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതിയിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നിങ്ങളെ മെമ്മറിയിലേക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റുന്ന പോലെ ട്രൈ ചെയ്യുക. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന സ്ഥലം ഏതാണ്? പുന്നപ്രയാണ്. ഓക്കെ, ഇനി അടുത്ത ഫാക്ട് നോക്കാം. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. വേറെ ആരല്ലേ? ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. അടുത്തത്, ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലപ്പ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അവർ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലപ്പ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് മത്സരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊൽക്കത്ത. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സ്പാനിഷ് ഫുട്ബോൾ ലീഗായിട്ടുള്ള ലാ ലിഗയുടെ നേതൃത്വത്തിലാണ് എന്ത് വരുന്നത്? ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ എവിടെയാണ് വരുന്നത്? കൊൽക്കത്തയിലാണ് വരുന്നത്. പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഏതാണ്? നെയ്റോബിയാണ്. പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി നെയ്റോബിയാണ്. 2023 2000-ലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം ലിബിയ. 2023 പ്രളയമാണ് 2000-ലധികം പേരുടെ മരണത്തിന് കാരണമായി. എവിടെയാണ് പ്രളയം നടന്നത്? ലിബിയയിലാണ്. 2023 രാജ്ഘട്ടിൽ 12 അടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തതാരാണ്? ദ്രൗപദി മുർമു. രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2023 രാജ്ഘട്ടിലാണ് 12 അടി ഉയരമുള്ള ഗാന്ധിയുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്. ആര്? ദ്രൗപദി മുർമു. ഓക്കെ. മിസ് എർത്ത് ഇന്ത്യ 2023 പട്ടം നേടിയ പ്രിയൻ സെയിൻ ഏത് സംസ്ഥാനക്കാരിയാണ്? രാജസ്ഥാൻ സംസ്ഥാനക്കാരിയാണ്. ഒന്നുകൂടി നോക്കി വെച്ചേക്കാം. മിസ് എർത്ത് ഇന്ത്യ 2023 പട്ടം നേടിയ പ്രിയൻ സെയിൻ ആരാണ്? പ്രിയൻ സെയിൻ ഏത് സംസ്ഥാനക്കാരിയാണ്? രാജസ്ഥാൻ സംസ്ഥാനക്കാരിയാണ്. ഒരു രാജാവിന്റെ പോലെയൊക്കെ അല്ലേ, രാജാവിന്റെ ആജ്ഞയൊക്കെ പോലെയല്ലേ. മിസ് എർത്ത് ഇന്ത്യ 2023 പട്ടം നേടിയ പ്രിയൻ സെയിൻ. ആ ചിത്രം നോക്കി വെക്കുക, മനസ്സിൽ ഫീഡ് ചെയ്യുക. പ്രിയൻ സെയിൻ. ഓക്കെ. 2023 റെക്കോർഡ് വിലയ്ക്ക് വിറ്റുപോയ ഗസ്റ്റേഷൻ എന്ന ചിത്രം വരച്ചത്
സെയ്ദ് ഹൈദർ റാസ. 2023 റെക്കോർഡ് വിലയ്ക്ക് വിറ്റുപോയ ഗസ്റ്റേഷൻ എന്ന ചിത്രം വരച്ചതാരാണ്? സെയ്ദ് ഹൈദർ റാസയാണ്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? കണ്ണുപൂട്ടി ഉത്തരം പറയാം. ഒഡീഷയിലാണെന്നല്ലേ. ഉത്കല എവിടെയാണ്? ഒഡീഷ. 2023 സിംഗപ്പൂരിന്റെ ലീ ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ. ഏത് സംസ്ഥാനത്തെയാണ്? ആസാം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. 2023 സിംഗപ്പൂരിന്റെ ലീ ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രി ആരാണ്? ഹിമന്ത് ബിശ്വ ശർമ്മയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഇന്ത്യയാണ്. ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പിലാക്കുന്ന എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ. 3ാമത്തെ. ഈ തുല്യ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു 3 താഴെ എഴുതുമ്പോൾ 3 പോലെ എഴുതുന്ന പോലെ തോന്നുന്നില്ലേ? ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പിലാക്കുന്ന എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ. 3ാമത്തെ. 2023 ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചതാരാണ്? ശ്രീ പിണറായി വിജയനാണ്. 2024 SCO ഉച്ചകോടിയുടെ വേദി. എന്താ SCO എന്ന് പറഞ്ഞാൽ? ഷാങ്ഹായ് കോർപ്പറേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഉച്ചകോടിയുടെ വേദി ഖസാക്കിസ്ഥാനാണ്. 2024 SCO ഉച്ചകോടിയുടെ വേദി ഖസാക്കിസ്ഥാനാണ്. അടുത്തത്, ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രം ഹോമാണ്. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രം ഹോമാണ്. അടുത്തത്, മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നാൻപകൽ നേരത്ത് മയക്കം സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരി. മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നാൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. രാജ്യവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമുവാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യവ്യാപകമായിട്ട് എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ. അപ്പോൾ ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാവരുടെയും സമഗ്ര ആരോഗ്യവും സംരക്ഷണവും ബന്ധപ്പെട്ടിരിക്കുന്നു. ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമുവാണ്. മൂൺ സ്നെപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിന്റെയാണ്? ജപ്പാന്റെയാണ്. മൂൺ സ്നെപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിന്റെയാണ്? ജപ്പാന്റെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ODF പ്ലസ് ജില്ല. ODF പ്ലസ് ജില്ല എന്ന് പറഞ്ഞാൽ എന്താ? വെളിയുടെ വിസർജന വിമുക്ത ജില്ല ഏതാണ്? വയനാടാണ്. ഓക്കെ, ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തി ആരാണ്? ഡോക്ടർ S സോമനാഥാണ്. ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥനാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയാണെന്ന പ്രഖ്യാപനം നടത്തിയത്. 60 ചോദ്യത്തോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു 40 ചോദ്യം കൂടി. ഏത് രാജ്യത്താണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായ അലി ബോങ്കോ ഒൻഡിംബയെ വീട്ടു തടങ്കലിലാക്കി ജനറൽ ബ്രൈസ് ക്ലോട്ടയർ ഒലിഗുയി എൻഗ്യൂമ പ്രസിഡന്റായത്? ഗാബോൺ. എന്താണ്? ഏത് രാജ്യത്താണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ വീട്ടു തടങ്കലിലാക്കി ജനറൽ ബ്രൈസ് ക്ലോട്ടയർ ഒലിഗുയി എൻഗ്യൂമ പ്രസിഡന്റായത്? ഗാബോൺ ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം ഏതാണ്? കാലം സാക്ഷി. ആരാണ് രചിച്ചത്? സണ്ണിക്കുട്ടി എബ്രഹാം ആണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടോ കാലം സാക്ഷി എന്ന പുസ്തകം. സമീപകാലത്ത് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ 1ാം സ്ഥാനം എത്തിയ രാജ്യം ഏതാണ്? USA. നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് 18ാമത്തെ സ്ഥാനമായിരുന്നു നമ്മൾ പറഞ്ഞു. സസ്യബുക്കുകളായ ദിനോസറുകളുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. സസ്യബുക്കുകളായിട്ടുള്ള ദിനോസറുകളുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ചിക്കാഗോ പ്രസംഗത്തിന്റെ 130ാം വാർഷിക വേളയിൽ സ്വാമി വിവേകാനന്ദന്റെ 6 അടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലം കാലടിയാണ്. കാലടിയിലാണ് 6 അടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നത്. GI ടാഗ് ലഭിച്ച ചൊക്കുവ അരി ഏത് സംസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ്? അസം സംസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ് എന്ത്? ചൊക്കുവ അരി. 2024 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? അത് പാരീസിലാണ്. 2024 ICC T20 ലോകകപ്പിന് വേദിയാകുന്നത് USA-യും വെസ്റ്റ് ഇൻഡീസുമാണ്. 2024 ICC T20 ലോകകപ്പിന് വേദിയാകുന്നത് USA, വെസ്റ്റ് ഇൻഡീസ് എന്നീ സ്ഥലങ്ങളാണ്. നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്നത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം ഓഗസ്റ്റ് 23 ആണ്.
കഴിഞ്ഞ PSC പരീക്ഷകളിൽ വന്ന ചോദ്യമാണ് ഓഗസ്റ്റ് 23 എന്നുള്ളത്. നാഷണൽ സ്പേസ് ഡേ ആയിട്ടാണ് നമ്മൾ ഓഗസ്റ്റ് 23 ആചരിക്കുന്നത്. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിലെ ആദ്യ കെട്ടിടമായിട്ടുള്ള അമേസ് 28 നിർമ്മിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എന്താ പ്രത്യേകത? 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിലെ ആദ്യ കെട്ടിടമായിട്ടുള്ള അമേസ് 28 നിർമ്മിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്നുകിൽ സാഹിത്യ ഭാഗത്ത് നിന്ന് വരാം, ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2023 അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള ജയന്ത് മഹാപത്ര ഏത് ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ എഴുത്തുകാരനാണ്? ഇംഗ്ലീഷിൽ പദ്യത്തിൽ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള ആദ്യത്തെ എഴുത്തുകാരനാണ്. 2023 അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള ജയന്ത് മഹാപത്ര ഏത് ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ എഴുത്തുകാരനാണ്? ഇംഗ്ലീഷ് ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ എഴുത്തുകാരനാണ്. 2024 ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയുടെ നോമിനേഷൻ അല്ലെങ്കിൽ ഔദ്യോഗിക എൻട്രി ഏതാണ്? 2018 സിനിമയാണ് ഔദ്യോഗിക എൻട്രി. NCERT നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറിക്ക് അധിക പാഠപുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനം കേരളമാണ്. എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി മാഗ്നസ് കാൾസൺ ലോക ചെസ് ജേതാവായത്? ബക്കുവിൽ നടന്ന മത്സരത്തിലാണ് പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തിയിട്ട് മാഗ്നസ് കാൾസൺ ലോക ചെസ് ചാമ്പ്യനായി മാറിയത്. OTT പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധമാക്കിയ ആദ്യത്തെ രാജ്യം ഇന്ത്യ തന്നെയാണ്. 47ാമത് വയലാർ അവാർഡ് ജേതാവാരാണ്? ശ്രീകുമാരൻ തമ്പി. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം ഇന്ത്യയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച ചോദ്യമാണ്. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം ഇന്ത്യ. ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട കിരീതാശ്വരി ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. നോക്കി വെച്ചേക്കണേ, പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറിയ കാര്യമില്ല, ഇന്ത്യയിൽ തന്നെ മികച്ച ടൂറിസം ഗ്രാമമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമമാണ് എന്ത്? കിരീതാശ്വരി. എന്താണ്? കിരീതാശ്വരി. ഓക്കെ, ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടം കാണാൻ പോയ സമയത്ത് പൊട്ടിത്തെറിച്ച് യാത്രികരെല്ലാം മരണപ്പെട്ട സമുദ്രപേടകം എന്താണ്? ടൈറ്റൻ ആണ്. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയായിരുന്നു നമുക്കൊക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ടൈറ്റൻ ആണ് പൊട്ടിത്തെറിച്ച് പോയിട്ടുള്ള സമുദ്രപേടകം. പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രഥമ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19 പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19 2023 2000-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം നടന്ന രാജ്യം മൊറോക്കോ. 2023 2000-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം നടന്ന രാജ്യം ഏതാണ്? മൊറോക്കോയാണ്. അധികാര ദുർവിനിയോഗം നടത്തിയതിന്റെ പേരിൽ 2030 വരെ പൊതുപദവികൾ വഹിക്കുന്നതിൽ നിന്ന് കോടതി വിലക്ക് ലഭിച്ച ജയർ ബോൾ സൊനാരോ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? ജയർ ബോൾ സൊനാരോ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? ബ്രസീലിയൻ പ്രസിഡന്റ് ആയിരുന്നു. അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. നന്നായിട്ടൊന്ന് ഓർത്തു വെക്കണം ആ ക്വസ്റ്റ്യൻ. എത്ര വർഷം കേരളത്തിൽ താമസിക്കുന്നവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത്? 10 വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത്. സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏത് ദൗത്യം? സൗരദൗത്യം. 19ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം ഷാങ്ഹായ് ആണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായിട്ടുള്ള ചൈനീസ് നഗരം ഏതാണ്? ഷാങ്ഹായ് ആണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച ടോട്ടൽ മെഡലുകളുടെ എണ്ണം കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിരുന്നു, അത് നോക്കി വെക്കുക. 2023 സാമ്പത്തിക നോബലിന് അർഹയായ ക്ലോഡിയ ഗോൾഡിൻ ഏത് രാജ്യക്കാരിയാണ്? USA കാരിയാണ്. 2023 സാമ്പത്തിക നോബലിന് അർഹയായ ക്ലോഡിയ ഗോൾഡിൻ ഏത് രാജ്യക്കാരിയാണ്? USA രാജ്യക്കാരിയാണ്. 2023 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത യശോഭൂമി കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെന്റർ എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. 2023 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജാ രവിവർമ്മ ആർട്ട് ഗാലറി എവിടെ വരുന്നു? തിരുവനന്തപുരത്ത് വരുന്നു. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. 2023 സെപ്റ്റംബറിലാണ് ഉദ്ഘാടനം ചെയ്തത്. എന്താ ഉദ്ഘാടനം ചെയ്തേ? രാജാ രവിവർമ്മ ആർട്ട് ഗാലറി. എവിടെയാണ് വരുന്നത്? തിരുവനന്തപുരത്താണ് വരുന്നത്. 2023 40ാം വാർഷികം ആഘോഷിച്ച സതേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം ഏതാണ്? 40ാമത്തെ വാർഷികമായിരുന്നു. തിരുവനന്തപുരമാണ് സതേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം.
2022 JC ഡാനിയൽ പുരസ്കാരം നേടിയത് TV ചന്ദ്രനാണ്. 2022 JC ഡാനിയൽ പുരസ്കാരം നേടിയത് TV ചന്ദ്രനാണ്. 2023 സ്വച്ഛ് വായു സർവേക്ഷൺ പ്രകാരം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇൻഡോർ ആണ്. നമുക്ക് അഭിമാനിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഡോർ ആണ് ഒന്നാം സ്ഥാനം നേടിയത്. അടുത്ത കാലത്ത് ഇന്ത്യക്ക് കൈമാറിയ C-295 യാത്രാ വിമാനം നിർമ്മിച്ചത് ഏത് രാജ്യത്താണ്? ഒന്നുകൂടി ചോദിക്കാം. അടുത്ത കാലത്ത് ഇന്ത്യക്ക് കൈമാറിയിട്ടുള്ള C-295 യാത്രാ വിമാനം നിർമ്മിച്ചത് ഏത് രാജ്യത്താണ്? സ്പെയിനിലാണ് നിർമ്മിച്ചത്. ഏതാണ്? C-295 നിർമ്മിച്ചത് സ്പെയിനിലാണ്. ഏത് രാജ്യത്താണ് എമേഴ്സൺ നങ്കഗ്വ 5 വർഷ കാലാവധിയിലേക്ക് വീണ്ടും പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? സിംബാബ്വേയാണ്. ഏത് രാജ്യത്താണ് എമേഴ്സൺ നങ്കഗ്വ 5 വർഷ കാലാവധിയിലേക്ക് വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? സിംബാബ്വെ. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ വാന നിരീക്ഷണ ടെലസ്കോപ്പുകളിൽ ഒന്നായ മോസി ടെലസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വാന നിരീക്ഷണ ടെലസ്കോപ്പുകളിൽ ഒന്നായിട്ടുള്ള മോസി ടെലസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. കേരളത്തിൽ GST അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങൾ തിരുവനന്തപുരം, എറണാകുളം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കണേ. കേരളത്തിൽ GST അപ്പലേറ്റ് ട്രൈബ്യൂണൽ ബെഞ്ചുകളാണ് സ്ഥാപിക്കുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിലാ? തിരുവനന്തപുരത്തും എറണാകുളത്തും. ബഹുഭാര്യത്വ വിരുദ്ധ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ 3 അംഗ സമിതിയെ നിയോഗിച്ച സംസ്ഥാനം അസം സംസ്ഥാനം. എന്താണ്? ബഹുഭാര്യത്വ വിരുദ്ധ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ 3 അംഗ സമിതിയെ നിയോഗിച്ച സംസ്ഥാനം അസമാണ്. 53ാമത് ദാദാ സാഹിബ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വഹീദ റഹ്മാനാണ്. 53ാമത്തെ ദാദാ സാഹിബ് പുരസ്കാരമാണ് നേടിയത് വഹീദ റഹ്മാൻ. അത് ഓർത്തു വെക്കണേ. അടുത്തത്, രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന 2ാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിനെ പിന്തള്ളി സ്വന്തമാക്കിയ നവീൻ പട്നായിക് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? ഒഡീഷ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. എന്താ പറഞ്ഞേ? രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന 2ാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിനെ പിന്തള്ളി സ്വന്തമാക്കിയ നവീൻ പട്നായിക് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? ഒഡീഷ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന ഖാദി ബോർഡ് LDC ആണെങ്കിലും നമ്മുടെ ജനറൽ LDC ആണെന്നുണ്ടെങ്കിലും ഏത് എക്സാം ആണെങ്കിലും റിവിഷൻ മസ്റ്റ് ആണല്ലേ. അപ്പോൾ നിങ്ങൾ റിവിഷൻ ആയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് യൂസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. താങ്ക് യു സോ മച്ച്.